ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എം വർഗീസിന്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയായിരിക്കുന്നു. ഇഡിയും ആദായ നികുതി വകുപ്പും എം വർഗീസിനെ ചോദ്യം ചെയ്തു. ഫോൺ ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്തിട്ടുണ്ട്. തൃശൂർ MG റോഡിലെ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാഞ്ചിലെ CPM അക്കൗണ്ടിൽ നിന്ന് 1 കോടി രൂപ എം വർഗീസ് പിൻവലിച്ചു. ഈ പണം ഉൾപ്പെടെ അക്കൗണ്ടിലുള്ള 6 കോടി രൂപയുടെ ആദായ നികുതി അടച്ചിട്ടില്ല എന്നും വ്യക്തമാകുന്നു. ആദായ നികുതി ആ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട കാര്യം ഒരു രഹസ്യ അക്കൗണ്ടും ഇല്ല. CPM എങ്ങനെ രഹസ്യ അക്കൗണ്ട് പറഞ്ഞിട്ട് അങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ടോ? ശ്യാം പ്രസാദ് ഉത്തമന് വിവരങ്ങളുമായി. ശ്യാം, മണിക്കൂറുകളാണ് ചോദ്യമുനയിൽ നിന്നത് എം വർഗീസ്. ഇപ്പോൾ ഇവിടെ ചോദ്യം ചെയ്യൽ നടക്കുമ്പോൾ തൃശ്ശൂരിൽ ബാങ്കിലടക്കം പരിശോധന 1 കോടി രൂപ പിൻവലിച്ചു എന്ന വിവരം വരുന്നു. എന്തൊക്കെയാണ് ഏറ്റവും ഒടുവിലായി കിട്ടുന്ന സൂചനകൾ? ദിവിഷേ, എം വർഗീസിനെയും അതോടൊപ്പം തന്നെ കൗൺസിലർ കൂടിയായിട്ടുള്ള PK ഷാജനും രാവിലെ 10 മണിയോടുകൂടിയാണ് ED ഓഫീസിലേക്ക് എത്തിയത്. എന്നാൽ വൈകിട്ട് ഒരു 7 മണിയോടുകൂടി തന്നെ PK ഷാജനെ ED വിട്ടയച്ചിരുന്നു. എന്നാൽ എം വർഗീസിൻ്റെ ചോദ്യം ചെയ്യൽ തുടരുകയാണ് ഉണ്ടായത്. ഇതിനിടയിൽ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരും ED ഓഫീസിലേക്ക് എത്തി ഈ CPMൻ്റെ വ്യാജ അക്കൗണ്ടുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് എം വർഗീസിൽ നിന്നും കൂടുതലായിട്ടും ആദായ നികുതി വകുപ്പ് തേടിയത്. അതിന് പിന്നാലെയാണ് ഈ തൃശ്ശൂരിൽ ആദായ നികുതി വകുപ്പ് അപ്രതീക്ഷിതമായ ഒരു റെയ്ഡിലേക്ക് കൂടി കടന്നത്. ഈ റെയ്ഡ് ഈ ചോദ്യം ചെയ്യൽ ഇവിടെ നടക്കുമ്പോൾ സമാന്തരമായി തൃശ്ശൂരിൽ റെയ്ഡ് കൂടി നടക്കുകയായിരുന്നു. ഈ റെയ്ഡിലാണ് ഈ CPMൻ്റെ ഈ പറയുന്ന അക്കൗണ്ടിൽ നിന്ന് 1 കോടിയോളം രൂപ എം വർഗീസ് പിൻവലിച്ചതായിട്ട് വ്യക്തമായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നിലവിൽ ആ അക്കൗണ്ടിലുള്ള 6 കോടി രൂപയുണ്ട്. ഈ പിൻവലിച്ച തുകയ്ക്കും അതോടൊപ്പം തന്നെ ഈ 6 കോടി തുകയ്ക്കും ഒന്നും ആദായ നികുതി അടച്ചിട്ടില്ല എന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ വെളിവായതോടുകൂടി തന്നെ ED ഇത് സംബന്ധിച്ച് കൂടുതൽ ഇനി ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയെങ്കിലും വരും ദിവസങ്ങളിലും എം വർഗീസിനെ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി വിളിപ്പിക്കും. പ്രധാനമായിട്ടും ഈ കരുവന്നൂരിൽ വ്യാജ അക്കൗണ്ടുകൾ ഉണ്ട് എന്ന് നേരത്തെ ED കണ്ടെത്തിയിരുന്നു. ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉൾപ്പെടെ ED അറിയിച്ചിരുന്നു. ഇതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ IT വകുപ്പ് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ അന്വേഷണം ആരംഭിച്ചതും ഇന്ന് ഇത് സംബന്ധിച്ച് ഈ എം വർഗീസിനെ ചോദ്യം ചെയ്യുവാനായി എത്തുകയും ചെയ്തത്. ഈ വ്യാജ അക്കൗണ്ടുകൾ സംബന്ധിച്ചുള്ള രഹസ്യ അക്കൗണ്ടുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് കൂടുതലായിട്ടും എം വർഗീസിൽ നിന്ന് ചോദിച്ചറിഞ്ഞത്. പക്ഷേ അപ്പോഴും ഈ രാത്രി 10:30 ശേഷം ഈ എം വർഗീസ് തിരികെ എത്തുമ്പോഴും വളരെ ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. പക്ഷേ ഒരു കാര്യം കൂടിയുണ്ട്, ഈ എം വർഗീസിൻ്റെ ഫോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ED പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഫോണിൽ നിന്ന് മറ്റ് വിവരങ്ങൾ ഒരുപക്ഷെ ശേഖരിക്കേണ്ടതായിട്ടുണ്ടാകും. അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കാം ഫോൺ പിടിച്ചെടുത്തിട്ടുള്ളത്. ഇനി മറ്റ് അക്കൗണ്ടുകൾ CPMന് അത്തരത്തിൽ യാതൊരുവിധ രഹസ്യ അക്കൗണ്ടുകളും ഇല്ല എന്ന് ആവർത്തിച്ച് എം വർഗീസ് പറയുകയും ചെയ്തിട്ടുണ്ട്. ദിവിഷ്, ശരി. ശ്യാം പ്രസാദ് ഉത്തമനാണ് വിവരങ്ങൾ നൽകിയത്. എം വർഗീസിന്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയായിരിക്കുന്നു. CPMന് എന്ത് രഹസ്യ അക്കൗണ്ട് എന്ന ചോദ്യം മാത്രമാണ് അദ്ദേഹത്തിന്റെ പ്രതികരണമായി വന്നത്. അതേസമയമാണ് തൃശ്ശൂരിൽ നടക്കുന്ന ബാങ്കിലെ പരിശോധനയിൽ 1 കോടി രൂപ പിൻവലിച്ചു എന്ന വിവരം പുറത്തുവരുന്നത്.